സോ ഹലോ ഗൈസ്, എഡിറ്റേഴ്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലിങ്കിങ് എഫക്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അലൈറ്റ് മോഷനിൽ. ഓക്കെ, അപ്പോൾ വൈകുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ടാക്കാം. ഞാൻ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആഡ് ചെയ്തു. പുതിയൊരു 1080x2340 റെസൊല്യൂഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് 60 പേസ്റ്റ്. ഓക്കെ, ക്രിയേറ്റ് കൊടുത്ത് ഇങ്ങനൊരു വിൻഡോ വരും. നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ആണ് ഇതിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കാണ്. സൂം ചെയ്ത് ഇത് ഓക്കെ, ഇത് കുറച്ച് മതി. അതുപോലെ വേറെ ഫോട്ടോ കൂടി ആഡ് ചെയ്യാണ്. വാഷ് യുവർ ഹാൻഡ്. ഓക്കെ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് 2-3 ഫോട്ടോ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ എത്ര ഫോട്ടോസ് ആഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഞാൻ അപ്പോൾ ജസ്റ്റ് ഒരു 3 ഫോട്ടോകൾ ആഡ് ചെയ്തിട്ട് ഡൺ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതിൽ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഒരുപാട് എഫക്റ്റ് വരും. അതിൽ എഫക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എഫക്റ്റ് ഉണ്ടാവും. ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് എഫക്റ്റും കാര്യങ്ങളുണ്ട്. അതിൽ വേണ്ടത് നമുക്ക് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലിങ്ക്, അതുപോലെ ഡിസോൾവ്, ഫെദർ, ഫ്ലിക്കർ, പൾസ്. ഓക്കെ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ഫ്ലിക്കർ എന്നുള്ളൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, സെയിം എഫക്റ്റ് തന്നെ ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മൂന്നാമത്തിലും നമുക്ക് സെയിം എഫക്റ്റിൻ്റെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്കിതിങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് മോഷൻ ചെയ്യണം. മോഷൻ ചെയ്യുക പറഞ്ഞാൽ നമുക്കിതൊന്ന് അനങ്ങുന്ന പോലെ ആക്കണം, ചലിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഫോട്ടോമ ക്ലിക്ക് ചെയ്യുക. ആൻഡ് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു പോയിൻ്റ് ആഡ് ചെയ്ത് ഞാൻ ആൻഡ് കുറച്ച് മൂവ് ചെയ്തു. ഒന്ന് അങ്ങോട്ട് മൂവ് ചെയ്തു, എന്നിട്ടൊന്ന് ഇങ്ങോട്ട്. നമുക്ക് എങ്ങനെ മൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ഫോട്ടോ സെയിം ആസ് പോയിൻ്റ് ആഡ് ചെയ്തു. ഓക്കെ, ആൻഡ് തേർഡ് മൂവ് ട്രാൻസ്ഫോം കൊടുത്ത് ഓക്കെ, ഡൺ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം ഓക്കെയാണ്.
വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നാൽ ഒന്നിൻ്റെ ടൈം കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റേത് പ്ലേ ആവും. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഓക്കെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്ക് വേറെ ഇതിൽ എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു 2 ഫോട്ടോ വേറെ ആഡ് ചെയ്യാണ്, സെപ്പറേറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്തു. ആൻഡ് ഒരു ഫോട്ടോ പാട് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. നിങ്ങളുടെ ഐഡിയക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് എഫക്റ്റ് ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ 2 സംഭവം ആഡ് ചെയ്തു, 2 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു എഫക്റ്റ് കൊടുക്കണം. ഓക്കെ, ഞാൻ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള എഫക്റ്റ് എടുത്തു. പൾസ് കൊടുക്കാതെ, പൾസ് മീൻസ് നമ്മൾ ബ്ലിങ്ക് എന്നുള്ളൊരു എഫക്റ്റ് കൊടുത്തിരുന്നല്ലോ, ഫ്ലിക്കർ, അത് കൊടുക്കാതെ ജസ്റ്റ് ഞാൻ പോയിൻ്റ് വരച്ചിട്ട് ഒന്ന് വേറെ എഫക്റ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു എഫക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു, പോയിൻ്റ് ഇട്ടു. ഡൺ. ഇപ്പം എന്തായി, ഫ്ലിക്കർ എഫക്റ്റും ആയി, മൂവല്ല എഫക്റ്റും ആയി. ഓക്കെ, ഇതിൽ നമ്മൾ എഫക്റ്റ് ആഡ് ആയിട്ടില്ല. സോ ജസ്റ്റ് ഞാൻ ഒന്നും പാടെ ചെയ്യണത്. ഓക്കെ, ഫ്ലിക്കർ എഫക്റ്റും ആയി, അതുപോലെ മൂവിങ് എഫക്റ്റും ആയി. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയക്ക് നിങ്ങൾ എന്ത് ഐഡിയക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ലാസ്റ്റ് കൊടുത്ത ഈ എഫക്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റിക്ക് ഇത് കൊടുക്കുക. അതുപോലെ അതിനനുസരിച്ചുള്ള മാസ് BGM കൊടുത്താൽ സംഭവം സെറ്റ്. നീ പവറാട്ടോ. No girl can't tell me about my mother. 6 feet. ഓക്കെ, ആൻഡ് എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വീഡിയോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് എക്സ്പോർട്ടിങ് റെസൊല്യൂഷൻ കാണും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം 720 HD കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ കിട്ടും. അതുപോലെ ഫ്രെയിം റേറ്റ് ഫുള്ള് കൊടുക്കുക, ക്വാളിറ്റി ഹൈയിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കുക. അതുപോലെ ഒരു മീഡിയം നോർമലാക്കിയിട്ട്. ഓക്കെ, ഈ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ MBയും കൂടും കേട്ടോ. MB കൂടി എഴുതിയിട്ട് വിഷയമല്ല, നമുക്ക് പാണ്ട കംപ്രസർ ഉപയോഗിച്ചാണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതാക്കുക, ഒന്ന് കംപ്രസ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഓക്കെ ആവും. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ചെയ്യണം. സേവ് കൊടുത്തു. ഞാൻ ഓക്കെ, നീ പവറാട്ടോ. No girl can't tell me about my. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ്
ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കി ലിങ്കുകളും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരും. എല്ലാവരും കാണുക, സപ്പോർട്ടാക്കുക.